Hi children, here I am with the 2022 JEE Advanced Question Paper, Physics Paper 2. ഈ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ 1ലെ ക്വസ്റ്റ്യൻ മാത്രമാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 1ൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണുള്ളത്, ആ ക്വസ്റ്റ്യന്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണെന്ന് നോക്കാം. സെക്ഷൻ 1ൽ 8 ക്വസ്റ്റ്യൻ ആണുള്ളത്. ആൻസർ സിംഗിൾ ഇൻറ്റീജർ ടൈപ്പ് ആണ്. കറക്റ്റ് ആൻസർ ആണെങ്കിൽ 3 മാർക്ക് കിട്ടും. റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്കുണ്ട്. -1 മാർക്കാണ് അതിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് സ്കീം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ പാർട്ടിക്കിൾ ഓഫ് മാസ് 1 kg സബ്ജക്റ്റഡ് ടു എ ഫോഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ. ഫോഴ്സിന്റെ ഒരു ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, at t is equal to 0, the particle position r is equal to position of the particle is given and its velocity also is given. Initial positionും initial velocityയും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Let vx, vy denote x and y component of particle velocity respectively. Ignore gravity. When z is equal to 0.5 meter, the value of x vy minus y vx is. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾ നോക്കിയേ. എക്സ് വി വൈ മൈനസ് വൈ വി എക്സ് ആണ്. അത് കാണുമ്പോഴേ നമുക്കിത് ആംഗുലാർ മൊമെന്റവുമായിട്ട് എന്തോ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കണം. കാരണം ഇത് കണ്ടോ, ഇവിടെ ഒരു എം കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എം എക്സ് വി വൈ മൈനസ് എം വൈ വി എക്സ് എന്ന് പറയുന്ന ആംഗുലാർ മൊമെന്റത്തിന്റെ ഇസഡ് കമ്പോണന്റ് ആണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ എഴുതി കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. See, what is the z component of angular momentum? Z component of angular momentum is equal to x py minus what? y px ആണെന്ന് നമുക്കറിയാം. എം കോമൺ ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എം എക്സ് വി വൈ മൈനസ് വൈ വി എക്സ് എന്ന് എഴുതാം. നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? എക്സ് വി വൈ മൈനസ് വൈ വി എക്സ്. നോക്കൂ, ഇവിടെ എം 1 ആണെന്ന് തന്നിട്ടുണ്ട്. നോക്കിയേ, ക്വസ്റ്റ്യനിൽ എം ഈസ് ഗിവൺ ടു ബി 1 kg എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇസഡ് കമ്പോണന്റ് കണ്ടുപിടിക്കണം. ആംഗുലാർ മൊമെന്റം ഒന്ന് കേൾക്കുമ്പോഴേ ടോർക്കിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനൊരു മെത്തേഡ് തുറന്നു കിട്ടും. ടോർക്ക് 0 ആണോ എന്ന് ഞാൻ നോക്കുകയാണ്. ടോർക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും അല്ലേ? കാരണം ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. അപ്പം ഈ തന്നിട്ടുള്ള ഫോഴ്സ് എന്താണെന്ന് നോക്കാം. എഫ് ഈസ് ഈക്വൽ ടു വെക്ടർ ഫോമിലാണ് തന്നിട്ടുള്ളത്, മൈനസ് കെ എക്സ് ഐ പ്ലസ് വൈ ജെ എന്നുള്ള ഫോഴ്സ് ആണ് തന്നിട്ടുള്ളത്. എന്താണ് ഈ എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന് പറയുന്നത്? അത് പാർട്ടിക്കിളിന്റെ പൊസിഷനെ കാണിക്കുന്ന വെക്ടറാണ്. എക്സ് ഐ പ്ലസ് വൈ ജെ ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ എനിക്കിതിനെ മൈനസ് കെ ആർ എന്ന് എഴുതാം, വേർ ആർ ഈസ് ദ പൊസിഷൻ വെക്ടർ. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സ് ഇൻവേർഡ് ആണ്, ഡയറക്റ്റഡ് ടുവേഴ്സ് ദ ഒറിജിൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ടോർക്കിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ക്രോസ് എഫ് ആണ് അല്ലേ? ആർ ക്രോസ് എഫ്. ഇനിയും എഫിന് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആർ ക്രോസ് മൈനസ് കെ ആർ എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും ആന്റി പാരലൽ വെക്ടേഴ്സ് ആണ്. അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്താവും? 0 ആവും. എന്ന് പറഞ്ഞാൽ ടോർക്ക് ഓൺ ദ പാർട്ടിക്കിൾ അറ്റ് എനി ടൈം ഈ 0, അറ്റ് എവറി ടൈം ഈ 0. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആംഗുലാർ മൊമെന്റം ഈസ് എ കോൺസ്റ്റന്റ് വെക്ടർ, ഈസ് കൺസേർവ്ഡ്. ആംഗുലാർ മൊമെന്റം ഈസ് കൺസേർവ്ഡ്, ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ആംഗുലാർ മൊമെന്റം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. യു നോ വാട്ട് ആംഗുലാർ മൊമെന്റം ഈസ്. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് പി ആണ്. ആർ ക്രോസ് പി ആണല്ലോ. എം പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എം ആർ ക്രോസ് വി എന്ന് എഴുതാം, ആർ ക്രോസ് വി എന്ന് എഴുതാം. ഈ സാധനം എന്താണെന്നാ പറഞ്ഞേ? കൺസേർവ്ഡ് ആണെന്നാ പറഞ്ഞേ. കൺസേർവ്ഡ് മീൻസ് ഇറ്റ് ഡസൻ ചേഞ്ച് വിത്ത് ടൈം. എം ആർ ക്രോസ് വി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം എന്ന് പറഞ്ഞാൽ എം ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. എം ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ആർ ക്രോസ് വി ഈസ് കൺസേർവ്ഡ് എന്നും പറയാം. Therefore അതാണ് ഇതിൻ്റെ കീ പോയിന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ആർ ക്രോസ് വി ഈസ് കോൺസ്റ്റന്റ് അറ്റ് എനി ടൈം. അപ്പം നമ്മൾ ആർ ക്രോസ് വി ഇനീഷ്യൽ കണ്ടീഷനെ ആർ ക്രോസ് വി എടുക്കുന്നു. ഫൈനൽ ഈ ഇസഡ് കമ്പോണന്റ് 0.5 ആകുമ്പോഴത്തെ ആർ ക്രോസ് വി എടുക്കുന്നു, രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഈ ടേം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ആർ ക്രോസ് വി 2 സിറ്റുവേഷൻ എടുക്കുകയാണ്. ഏതൊക്കെ സിറ്റുവേഷൻ ആണ്? ആർ ക്രോസ് വി, നോക്കൂ, ആർ ക്രോസ് വി എപ്പോഴാണ് ഞാൻ എടുക്കുന്നത്? വെൻ ടി ഈസ് ഈക്വൽ ടു 0 എടുക്കുന്നു. അതുപോലെ ആർ ക്രോസ് വി ഞാൻ എടുക്കുന്നു വെൻ z is equal to, അല്ലെ t is equal to t is equal to some general time
എന്ന് പറഞ്ഞാൽ എന്താ, ഇസഡ് കമ്പോണൻറ്റ് 0.5 ആകുമ്പോഴത്തെ ആർ ക്രോസ് ബി എടുക്കുന്നു, രണ്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആർ ക്രോസ് ബി എടുക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം ഐ ജെ കെ എഴുതണം, പിന്നെ ആറിൻ്റെ കമ്പോണൻറ്റ് എടുക്കണം. വേണ്ടേ? ആറിൻ്റെ കമ്പോണൻറ്റ് ഏതൊക്കെയാണ്? ഇനീഷ്യൽ പൊസിഷൻ. നോക്കിക്കേ, ഇവിടെ ഞാൻ വേറൊരു കളറിൽ അത് ഹൈലൈറ്റ് ചെയ്യാം. ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ, ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ആർ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ 1/√2 √2 ആറിൻ്റെ കമ്പോണൻറ്റ്. വാട്ട് ആർ ദ കമ്പോണൻറ്റ്? 1/√2 ആൻഡ് √2. ഇസഡ് കമ്പോണൻറ്റ് 0 ആണ്. ഇനി വിയുടെ കമ്പോണൻറ്റ് നോക്കൂ, -√2 √2 2/π. ഏതൊക്കെയാണ്? -√2 √2 then 2/π. അപ്പോൾ ഇത് ഡിറ്റർമിനന്റ് ഫോമിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇനീഷ്യൽ ആംഗുലാർ മൊമെന്റം കിട്ടും. ആംഗുലാർ മൊമെന്റം അതിനെ L1 എന്ന് ഞാൻ വിളിക്കാം. ഇനീഷ്യൽ ആംഗുലാർ മൊമെന്റം ഈസ് L1. ഇനി ഫൈനൽ ആംഗുലാർ മൊമെന്റത്തിനെ ഞാൻ L2 എന്ന് വിളിക്കുകയാണെങ്കിൽ അതും ഐ ജെ കെ പൊസിഷൻ വെക്ടേഴ്സ്, യൂണിറ്റ് വെക്ടേഴ്സ് എഴുതണം. ഇനി ആറിൻ്റെ കമ്പോണൻറ്റ് എഴുതണം. ആറിൻ്റെ കമ്പോണൻറ്റ് എന്തൊക്കെയാണ്? ജനറൽ ടൈമിൽ എക്സ് വൈ ഇസഡ്. ഇസഡ് ഇവിടെ തന്നിട്ടുണ്ട്, 0.5 എന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് എഴുതി. ഇസഡ് 0.5 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വിയുടെ കമ്പോണൻറ്റ് ഏതൊക്കെയാ? വിയുടെ എക്സ് കമ്പോണൻറ്റ്, വിയുടെ വൈ കമ്പോണൻറ്റ്, വിയുടെ ഇസഡ് കമ്പോണൻറ്റ്. വിയുടെ ഇസഡ് കമ്പോണൻറ്റ് ഇത് തന്നെയായിരിക്കും. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ബിക്കോസ് ലുക്ക് അറ്റ് ദ ഫോഴ്സ്. ഫോഴ്സിന് രണ്ട് കമ്പോണൻറ്റേ ഉള്ളൂ, എക്സും വൈ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, ഇസഡ് കമ്പോണൻറ്റ് ഇല്ല. എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ്റെ ഇസഡ് കമ്പോണൻറ്റ് 0 ആണ്. മനസ്സിലായോ? അപ്പോൾ വെലോസിറ്റി ഡിസഡ് കമ്പോണൻറ്റ് ചേഞ്ച് ചെയ്യില്ല, ഇത് തന്നെയായിരിക്കും വെലോസിറ്റി ഡിസഡ് കമ്പോണൻറ്റ്. ലെറ്റ് മീ റൈറ്റ് 2/π. ഇനിയും എനിക്കിത് കംപ്ലീറ്റ് ആംഗുലാർ മൊമെന്റം വേണ്ട, എനിക്ക് ഇതിന്റെ ഇസഡ് കമ്പോണൻറ്റ് മാത്രം ഇക്വേറ്റ് ചെയ്താൽ മതി. കാരണം ഇസഡ് കമ്പോണൻറ്റ് മാത്രമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇസഡ് കമ്പോണൻറ്റ് മാത്രം, ഇവിടുന്ന് ഇസഡ് കമ്പോണൻറ്റ് എഴുതാം. ഓക്കെ, ഇവിടുന്ന് ഇസഡ് കമ്പോണൻറ്റ് എഴുതി രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. നോക്കിയേ, ഇസഡ് കമ്പോണൻറ്റ് ഓഫ് ആംഗുലാർ മൊമെന്റം മീൻസ് കെ ടൈംസ് വാട്ട് 1/√2 ഇൻറ്റു √2. നിങ്ങൾക്കറിയാം 1/√2 ഇൻറ്റു √2 ഇൻറ്റു √2 ഇൻറ്റു -√2. അപ്പോൾ എങ്ങനെ വരും? നോക്കി, 1/√2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 1 വന്നു. സി മൈനസ് വരും, പ്ലസ് √2 ഇൻറ്റു √2 2 ആണ് അല്ലേ? അപ്പം 3K എന്ന് ഇവിടെ വന്നു. ഇനിയും ആ ജനറൽ ടൈം ടിയിലെ ഇതിൻ്റെ ഇസഡ് കമ്പോണൻറ്റ് എത്രയായിരിക്കും? LZ = K. അതുപോലെ എഴുതി എക്സ് വി വൈ, ശരിയല്ലേ? എക്സ് വി വൈ മൈനസ് വൈ വി എക്സ് എന്ന് വന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സി വാട്ട് വി വാണ്ട് ടു ഫൈൻഡ് ഈസ് ദിസ് വൺ. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ 1 + 2 ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാമല്ലോ. വാട്ട് ക്യാൻ യു റൈറ്റ്? യു ക്യാൻ റൈറ്റ് എക്സ് വി വൈ മൈനസ് വൈ വി എക്സ് ഈസ് നത്തിങ് ബട്ട് 3. അപ്പം ഇതിലെ ന്യൂമറിക്കൽ ആൻസർ എന്താണ് നമ്മൾ എഴുതേണ്ടത്? നമ്മൾ 3 എന്ന് ഫില്ല് ചെയ്യണം. 3. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, ഇത് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇനി റേഡിയോ ആക്റ്റീവ് ഡീകേ ചെയിൻ റിയാക്ഷൻ, തോറിയൻ ന്യൂക്ലിയസ് ഡീക്കേസ് ടു പൊളോണിയം. അതിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒക്കെ തന്നിട്ടുണ്ട്. യു ക്യാൻ ലുക്ക് ദെയർ. ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ടു ബീറ്റ മൈനസ് പാർട്ടിക്കിൾ എമിറ്റഡ് ഇൻ ദ പ്രോസസ്. ഈ പ്രോസസ്സിൽ എത്രയാണ് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്ത് അത് കണ്ടുപിടിക്കുക, ബീറ്റ പാർട്ടിക്കിൾ എത്രയാണ് എമിറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ റേഷ്യോ എടുക്കുക. ഞാൻ ഈ തന്നിട്ടുള്ള ഇക്വേഷൻ ഒന്ന് എഴുതാം. സി തോറിയം TH 90 230 decays to what? Polonium. അറ്റോമിക് നമ്പറും മാസ് നമ്പറും എഴുതാം. 84 214. ഇത് സം നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് എമിറ്റഡ്. ആ നമ്പർ എനിക്കറിയില്ല, ഞാൻ N എന്ന് കരുതുന്നു. N ആൽഫ പാർട്ടിക്കിൾ ആർ എമിറ്റഡ്. ആൽഫ പാർട്ടിക്കിളുടെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും നിങ്ങൾക്ക് അറിയാം ഇല്ലേ? വാട്ട് ഈസ് ദാറ്റ്? 24. ഇറ്റ് ഈസ് 24 N ആൽഫ പാർട്ടിക്കിൾ ആർ എമിറ്റഡ്. ബീറ്റ എത്ര എമിറ്റ് ചെയ്തു എന്ന് എനിക്കറിയില്ല, അത് ഞാൻ M എന്ന് കരുതാം. M ബീറ്റ മൈനസ് പാർട്ടിക്കിൾ ആർ എമിറ്റഡ്, ദെയർഫോർ -1 0. ഇനി ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്താൽ മതി. ഈ ടോപ്പ് ബാലൻസ് ചെയ്യുക. ഓക്കെ, ടോപ്പ് ബാലൻസ് ചെയ്യുക, അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ബോട്ടം എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറും ബാലൻസ് ചെയ്യുക, അപ്പോൾ 2 ഇക്വേഷൻ കിട്ടും. 2 ഇക്വേഷൻ 2 അൺനോൺ വരും, N-ഉം M-ഉം. അത് 2 നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമേ ടോപ്പ് ബാലൻസ് ചെയ്യാൻ പോവുകയാണ്. നോക്കിയേ, 230 ഈസ് ഈക്വൽ ടു 214 പ്ലസ് 4n പ്ലസ് 0m 0 ആണ് അല്ലേ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 16. 4n ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടി. അങ്ങനെ n ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇനി ബോട്ടം ബാലൻസ് ചെയ്യുക. ബോട്ടം ഇൻ ദ സെൻസ് അറ്റോമിക് നമ്പർ ബാലൻസ് ചെയ്യുക. ഇപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എഴുതാം. എന്താണ്? 90
ഈസ് ഈക്വൽ ടു 84 പ്ലസ് 2n മൈനസ് എം എന്ന് വന്നു. ബാലൻസ് ചെയ്തതാണ്. ഇനി എന്നിന് നമുക്ക് എന്ത് കൊടുക്കാം? 4 കൊടുക്കാം. n 4 കൊടുക്കുകയാണെങ്കിൽ 84 പ്ലസ് 8 92. അപ്പോൾ എം ഈസ് ഈക്വൽ ടു എത്രയാ? 92 മൈനസ് 90 എന്ന് കിട്ടി. അങ്ങനെ അത് 2 എന്ന് കിട്ടി. അപ്പോൾ എമ്മും എന്നും കിട്ടി, നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിളും കിട്ടി, നമ്പർ ഓഫ് ബീറ്റ പാർട്ടിക്കിളും കിട്ടി. നമുക്ക് വേണ്ടത് n ബൈ എം ആണ്. ദെയർഫോർ n ബൈ എം ഈസ് ഈക്വൽ ടു 4/2 വിച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലെ ന്യൂമറിക്കൽ ആൻസർ നമുക്ക് കിട്ടി 2. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്താണ്? ഹിയർ യു ഹാവ് ടു ഫിൽ 2. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. 2 റെസിസ്റ്റൻസ് R1 is equal to X ohm. This is X ohm. R2 is equal to 1 ohm. This is 1 ohm. Are connected to a wire AB of uniform resistivity. This wire has a uniform resistivity as shown in the figure. The radius of the wire varies linearly along its axis from 0.2 millimeter at A to 1 millimeter at B. ഇതിൻ്റെ റേഡിയസ് ഉണ്ടല്ലോ, ഇത് ഇൻക്രീസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ട്രങ്കേറ്റഡ് കോൺ. അതാണ് അതിൻ്റെ അർത്ഥം. ഒരു ട്രങ്കേറ്റഡ് കോണ് പോലെയാണ് ഈ വയർ ഉള്ളത്. ഓക്കെ, ഫ്രസ്റ്റം പോലെ, ഫ്രസ്റ്റം ഓഫ് എ കോൺ പോലെ. ഓക്കെ, അങ്ങനെയാണ് ഇതുള്ളത്. ഇനി നോക്കിക്കോ, എ ഗാൽവനോമീറ്റർ ജി ഈസ് കണക്റ്റഡ് ടു ദ സെന്റർ ഓഫ് ദ വയർ. സെന്ററിൽ കണക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? 50 സെന്റിമീറ്റർ ഫ്രം ഈച്ച് വയർ ഓഫ് ഇറ്റ്സ് ആക്സിസ് ഷോസ് സീറോ ഡിഫ്ലക്ഷൻ. ഗാൽവനോമീറ്റർ ഷോസ് സീറോ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി എ വീസ്റ്റേൺ ബ്രിഡ്ജ്, ബാലൻസ്ഡ് വീസ്റ്റേൺ ബ്രിഡ്ജ് ആയെന്ന്. ആർ കണക്റ്റഡ് ടു ദ ബാറ്ററി. വാല്യൂ ഓഫ് എക്സ് എത്ര? ഈ എക്സ് എത്രയാണെന്നാണ് ചോദ്യം. ഇത് ബാലൻസ്ഡ് വീസ്റ്റേൺ ബ്രിഡ്ജ് ആയതുകൊണ്ട് ഈ പോർഷൻ്റെ റെസിസ്റ്റൻസ് R3 എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കുക, ഇത് R4 എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ബാലൻസ്ഡ് വീസ്റ്റേൺ ബ്രിഡ്ജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വരാം? R1/R2 ഈസ് ഈക്വൽ ടു R3/R4 എന്ന് എഴുതാം. ലെറ്റ് മീ റൈറ്റ്. R1 എന്ന് പറഞ്ഞാൽ എക്സ് ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു R3/R4. സാധാരണഗതിയിൽ ഈ R3യും R4ഉം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. കാരണം ഇതിൻ്റെ റേഡിയസ് ലീനിയർലി ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? R3യും R4ഉം ഫംഗ്ഷൻ ഉണ്ടാക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാതെയും ഇത് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ റെസിസ്റ്റൻസ് ഓഫ് എ ഫ്രസ്റ്റം ഓഫ് എ കോൺ എന്ന് പറഞ്ഞാൽ ഒരു ട്രങ്കേറ്റഡ് കോണാണിത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ബക്കറ്റ്. ഇങ്ങനെ സിറ്റുവേഷനിൽ ഇതിൻ്റെ റെസിസ്റ്റൻസിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് JEE പഠിക്കുന്ന എല്ലാ കുട്ടികളും, പ്രത്യേകിച്ചും അഡ്വാൻസ്ഡ് പോകുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ടതാണ് ആ റിസൾട്ട്. നിങ്ങളിൽ പലർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. R ഈസ് ഈക്വൽ ടു റോ L ബൈ പൈ AB എന്നാണ്. പൈ AB. ഈ റിസൾട്ട് ഒരു പക്ഷേ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. റോ L ബൈ പൈ AB. L എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫ്രസ്റ്റത്തിൻ്റെ ലെങ്ത്. ഇത് ഒരു കോണിൻ്റെ ഫ്രസ്റ്റമാണ്. ഓക്കെ, A എന്ന് പറയുന്നു, B എന്ന് പറയുന്നു ഇതിൻ്റെ കറസ്പോണ്ടിങ് റേഡിയകളാണ്. ഇതറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഇതറിയാവുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x/1 ഈസ് ഈക്വൽ ടു R3/R4 എന്ന് എഴുതാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ x ഈസ് ഈക്വൽ ടു R3/R4. നോക്കിയേ, ഇവിടുത്തെ റേഡിയസ് A എന്ന് ഞാൻ എടുത്തു. ഇവിടുത്തെ റേഡിയസ് ഉണ്ടല്ലോ ഈ സെൻറ്ററിലെ, ഇതിൻ്റെ മിഡ് പോയിന്റിലെ റേഡിയസ് സ്മോൾ ലെറ്റർ R എന്ന് എടുത്തു. ഇങ്ങേ അറ്റത്തെ റേഡിയസ്, റൈറ്റ് ഹാൻഡ് സൈഡിലെ റേഡിയസ് B എന്ന് ഞാൻ എടുത്തു. അപ്പം ഈ R3യും R4ഉം നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ സെപ്പറേറ്റ്ലി ഇവിടെ എഴുതി കാണിക്കാം. R3 ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ്? R3 ഈസ് ഈക്വൽ ടു റോ L. ഇതിൻ്റെ ലെങ്തും സെയിം ആണ്. L എന്ന് ഞാൻ എടുക്കുക. റോ L ബൈ പൈ AB. പൈ AB എന്ന് എഴുതരുത്, ഞാൻ ഈ പീസിൻ്റെയാണ് കണ്ടുപിടിക്കുന്നത്. കണ്ടോ? അപ്പം Bയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? R. പൈ AR. ദാറ്റ് ഈസ് R3. R4 എങ്ങനെ എഴുതാം? R4 ഈസ് ഈക്വൽ ടു റോ L, ഒരേ ലെങ്ത് ആണ്, L ഡിവൈഡ് ബൈ പൈ AB എന്നുള്ളത് ഏത് എഴുതണം? A എന്ന് പറഞ്ഞാൽ ഇത്, B എന്ന് പറഞ്ഞാൽ B. അപ്പം RB എന്ന് എഴുതണം. RB. ഇനി ഇതിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ വാട്ട് യു വിൽ ഗെറ്റ്? X ഈസ് ഈക്വൽ ടു R3/R4 ആണല്ലോ. R3/R4 എന്ത് വരും നമുക്ക്? 1/A ഡിവൈഡ് ബൈ 1/B എന്ന് വരും. ദാറ്റ് ഈസ് B/A. ബിയും എയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കുട്ടികളെ. B ഇതാ 1 millimeter, A ഇതാ 0.2 millimeter. അപ്പം ലെറ്റ് മീ സബ്സ്റ്റിറ്റ്യൂട്ട്. 1 millimeter ഡിവൈഡ് ബൈ 0.2 millimeter. വാട്ട് ഈസ് ദാറ്റ്? X ഈസ് ഈക്വൽ ടു 10/2 വിച്ച് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. 5 Ohm. അപ്പോൾ X എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് 5 Ohm. അപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്? യു ഹാവ് ടു ഫിൽ 5 ഹിയർ. 5. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. In a particular system of unit, a physical quantity can be expressed in terms of electric charge E
electron mass me, Planck's constant h, and Coulomb's constant k is equal to 1 divided by 4 pi epsilon naught, where epsilon naught is the permittivity of vacuum. You know that. In terms of physical quantities, constant, the dimensions of the magnetic field is. Magnetic field ഇവ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതാം. എങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഗാമ ഡെൽറ്റ ഇതിന്റെ സം എത്രയായിരിക്കും എന്നാണ്. അപ്പോൾ ഇവിടെ ബേസിക്കലി നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യേണ്ടത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി യൂസ് ചെയ്യണം. അതിന് ബിയുടെ ഡയമെൻഷൻ വേണം. ഈ ഓരോന്നിൻ്റെയും ഡയമെൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഓരോന്നും ഞാൻ എഴുതാൻ പോവുകയാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ എഴുതാൻ വേണ്ടി എഫ് ഈസ് ഈക്വൽ ടു ILB സൈൻ തീറ്റ എന്നുള്ള ഫോർമുല ഉപയോഗിക്കുക. ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ILB സൈൻ തീറ്റ. അതിൽ നിന്ന് ബി എങ്ങനെ എഴുതാം? ബി ഈസ് ഈക്വൽ ടു എഫ് ബൈ എഫ് ഡിവൈഡഡ് ബൈ IL സൈൻ തീറ്റ എന്ന് എഴുതാം. സൈൻ തീറ്റയ്ക്ക് ഡയമെൻഷൻ ഇല്ലാണ്ട് സിംപ്ലി ഐ ആം റൈറ്റിംഗ് IL. അപ്പം ബിയുടെ ഡയമെൻഷൻ എഴുതാൻ പോവുകയാണ്. ഡയമെൻഷൻ ഓഫ് ബി, ഹൗ വിൽ യു റൈറ്റ്? ഫോഴ്സിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം, ML T⁻² ഡിവൈഡഡ് ബൈ I. കറന്റ് ഡയമെൻഷൻ A, ലെങ്തിന്റെ ഡയമെൻഷൻ L. അങ്ങനെ നമുക്ക് ബിയുടെ ഡയമെൻഷൻ കിട്ടി. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ കിട്ടി. വാട്ട് ഡിഡ് യു ഗെറ്റ്? M L to the power 0 T to the power -2 A to the power -1 എന്ന് കിട്ടി. A to the power -1. ഇനി ഞാൻ രണ്ടാമത്തെ ഇത് കണ്ടോ, ഇലക്ട്രിക് ചാർജിന്റെ ഡയമെൻഷൻ എഴുതാൻ പോവുക. ചാർജിന്റെ ഡയമെൻഷൻ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇലക്ട്രിക് ചാർജിന്റെ ഡയമെൻഷൻ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും, A into T, AT. ദാറ്റ്സ് എ ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇനി മാസിന്റെ ഡയമെൻഷൻ എഴുതാം, മാസ് ഓഫ് ദ ഇലക്ട്രോൺ. മാസിന്റെ ഡയമെൻഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, M, മാസ് ഓഫ് ദ ഇലക്ട്രോൺ. ഇനി നോക്കിയേ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. അത് ആംഗുലാർ മൊമെന്റത്തിന് അതേ ഡയമെൻഷനാണ്. അറിയില്ലെങ്കിൽ നിങ്ങൾ E is equal to h nu എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ E/nu എന്ന് എഴുതാം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ E/nu. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു എനർജിയുടെ ഡയമെൻഷൻ ML² T⁻² ഡിവൈഡഡ് ബൈ T⁻1. അങ്ങനെ എന്ത് കിട്ടി? എച്ചിന്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വാട്ട് ഈസ് ദാറ്റ്? ML² T⁻1 എന്ന് കിട്ടി. ഇനിയും കൂളം കോൺസ്റ്റന്റ് ഡയമെൻഷൻ കെയുടെ ഡയമെൻഷനോടെ കണ്ടുപിടിക്കണം. കൂളം കോൺസ്റ്റന്റ് കെ എങ്ങനെ എഴുതാൻ പറ്റും? F is equal to K Q1 Q2 divided by R² എന്നുള്ള ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ K is equal to FR² divided by Q1 Q2, അല്ലെങ്കിൽ Q² എന്ന് ഞാൻ എഴുതാം. Q1 Q2നെ Q² എന്ന് എഴുതാമല്ലോ. അപ്പം ആസ് ഫാർ ആസ് ഡയമെൻഷൻ ഈസ് കൺസേൺ നോ പ്രോബ്ലം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഞാൻ ഡയമെൻഷൻ ഓഫ് കെ എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു നോക്കുക. ഫോഴ്സിന്റെ ഡയമെൻഷൻ ML², ഫോഴ്സിന്റെ അല്ലേ, ML T⁻², ദെൻ ആറിന്റെ ഡയമെൻഷൻ L, അപ്പോൾ L² ഡിവൈഡഡ് ബൈ Q²ന്റെ A² T². ഇത് ഞാനൊന്ന് എഴുതുകയാണെങ്കിൽ കെയുടെ ഡയമെൻഷൻ എത്ര കിട്ടി? ML³ T⁻⁻4 A⁻² എന്ന് കിട്ടി. അപ്പം എനിക്ക് വേണ്ട എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ കിട്ടി. മനസ്സിലായോ? BEMHK എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ എഴുതി. ഇനിയും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അപ്ലൈ ചെയ്യുക. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ ഇക്വേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അപ്ലൈ ചെയ്യാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ എഴുതി, ചാർജിന്റെ ഡയമെൻഷൻ എഴുതി, മാസിന്റെ ഡയമെൻഷൻ എഴുതി, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എഴുതി, കെയുടെ എഴുതി. പവേഴ്സ് ശ്രദ്ധിച്ചെഴുതണം, ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ. ഇനി ഈ എമ്മിന്റെ പവർ 1 ആണ്. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ പവറുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പം 4 ഇക്വേഷൻ കിട്ടും നമുക്ക്. 4 ഇക്വേഷൻ കിട്ടുകയാണെങ്കിൽ 4 അൺനോണും ഉണ്ട്, ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ. ഈ 4 അൺനോൺ ആണ് അല്ലേ? ഈ 4 ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂസ് കിട്ടും. ആൽഫ ഈസ് ഈക്വൽ ടു 3, ബീറ്റ ഈസ് ഈക്വൽ ടു 2, ഗാമ ഈസ് ഈക്വൽ ടു -3 ആൻഡ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും നമുക്ക്. ഇനി നമ്മൾക്ക് ചോദിച്ചിട്ടുള്ളത് എന്താ? ഇവിടെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? വി ആർ ആസ്ക്ഡ് ദ സം ഓഫ് ദിസ്. വാട്ട് ഈസ് ദാറ്റ്? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ബീൻ ആസ്ക്ഡ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 4. അപ്പോൾ ഇതും ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത് 4. ഓക്കെ, a configuration of n identical unit, each consisting 3 layers. The first layer is a column of air of height h is equal to 1/3 centimeter, and the second and third layers are of equal thickness. D is equal to √3 - 1/2 centimeter, and the refractive indices μ1 is equal to √3/2 and μ2 is equal to √3 respectively. The light source O is placed on the top of the first unit as shown in the figure here. A ray of light from O is incident on the second layer of the first unit at an angle theta is equal to 60.
to the normal. For a specific value of n, the ray of light emerges from the bottom of the configuration at a distance L is equal to 8 divided by root 3 centimeter as shown in the figure, then the value of n. ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ എന്ത് ചെയ്യുന്നു? റിഫ്രാക്റ്റ് ആയി ദേ ഇവിടുന്ന് എമർജ് ചെയ്യുന്നു. ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്ര ദൂരത്തു നിന്നാണ് ഇത് എമർജ് ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നിട്ടുള്ളത്? 8 ഡിവൈഡ് ബൈ റൂട്ട് 3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര യൂണിറ്റുകളാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. ഇതുപോലെ എത്ര യൂണിറ്റ്? ഒരു യൂണിറ്റിൽ എന്താ ഉള്ളത്? 3 ലെയറാണ് ഉള്ളത്. ആദ്യത്തെ ലെയർ, രണ്ടാമത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1 ഉള്ള ഒരു ലെയർ, മൂന്നാമത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ2 ഉള്ള ഒരു ലെയർ. അപ്പം നമ്മൾ ഈ നമ്പർ ഓഫ് ലെയേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു യൂണിറ്റിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇതിന് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ലൈറ്റ് റേ എത്രമാത്രം ഡിസ്പ്ലേസ് ആവുന്നു എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ ഒരു യൂണിറ്റിലെ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ n ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ലൈറ്റ് റേ വെൻ ഇറ്റ് പാസ് ത്രൂ എ സിംഗിൾ യൂണിറ്റ്. ഒരു യൂണിറ്റിൽ 3 ലെയർ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യമേ തന്നെ. അപ്പോൾ ഒരു ലെയർ ഞാൻ എടുക്കുകയാണ്. ഏത് ആംഗിളാണ് ഇത് ഇൻസിഡന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 60-ലാണ്. ഓക്കെ, അത് റിഫ്രാക്റ്റ് ആയി വേറൊരു ആംഗിളിലേക്ക് മാറും. അതിനെ θ1 എന്ന് ഞാൻ വിളിക്കുകയാണെങ്കിൽ ദിസ് ഈസ് θ1, therefore look here, this is θ1, അതുകൊണ്ട് ഇതും θ1 ആയിരിക്കും. ഇതിനെ ഞാൻ തൽക്കാലം θ1 എന്ന് വിളിക്കുന്നു, ഈ പർട്ടിക്കുലർ ആംഗിളിനെ. ഇനി മൂന്നാമത്തെ ലെയറിലേക്ക് പോകുമ്പം റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ θ2 ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ ആംഗിൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. θ60 എന്ന് തന്നിട്ടുണ്ട്. θ1 നമ്മൾ കണ്ടുപിടിക്കണം, θ2 കണ്ടുപിടിക്കണം. ഈ θ1ഉം θ2ഉം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ഇന്റർഫേസ് അപ്ലൈ ചെയ്യുന്നു. സെക്കൻഡ് ഇന്റർഫേസിൽ ഞാൻ എന്ത് ചെയ്യുന്നു? സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നു. എന്താണ് സ്നെൽസ് ലോ? ν1 sin θ1 = ν2 sin θ2. ഇതിന്റെ ν1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ സ്നെൽസ് ലോ എഴുതുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച് എഴുതുകയാണ്. 1 × sin θ = µ1 × sin θ1 = വീണ്ടും സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നു, µ2 × sin θ2. പാരലൽ സ്ലാബിൽ കൂടി ഒരു ലൈറ്റ് റേ കടന്നു പോകുമ്പോൾ ദിസ് സ്നെൽസ് ലോ ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദിസ് മാനർ. എനിക്ക് ν1 തന്നിട്ടുണ്ട്. θ1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? sin θ1നെ എങ്ങനെ എഴുതുന്നു? sin θ1 = sin θ ഡിവൈഡഡ് ബൈ µ1 എന്ന് എഴുതുന്നു. sin θ 60 ആണെന്നുണ്ട്. അതുകൊണ്ട് sin θ √3 ഡിവൈഡ് ബൈ 2 ആണ്. µ1ന്റെ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? √3/2 എന്ന്. അതിൻ്റെ റെസിപ്രോക്കൽ എഴുതുമ്പോൾ √2/3 എന്ന് എഴുതണം. 2/3. അപ്പം നമുക്കിത് എത്രയാണ് കിട്ടുന്നത്? 1/√2 എന്നാണ് കിട്ടുന്നത്. 1/√2. ഇതിൽ നിന്ന് നമുക്ക് θ1 കിട്ടി. ഓക്കെ, sin θ1 1/√2 എന്ന് കിട്ടി. അപ്പോൾ θ1 = 45 എന്ന് കിട്ടി. 45. അപ്പോൾ θ1 = how much? 45. സിമിലർലി θ2 ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിന് ഈ ഫസ്റ്റ് പാർട്ടിനെ ഈ ലാസ്റ്റ് പാർട്ടുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, therefore let me write what is that? sin θ2 = sin θ ഡിവൈഡഡ് ബൈ µ2. sin θ, sin 60യുടെ വാല്യൂ നിങ്ങൾക്കറിയാം, √3/2. µ2 എത്രയാണ് തന്നിട്ടുള്ളത്? µ2 √3 എന്ന് തന്നിട്ടുണ്ട്. therefore റെസിപ്രോക്കൽ എഴുതുമ്പോൾ 1/√2 എന്ന് എഴുതി. √3 അല്ല, √3, that is given as √3. അപ്പോൾ √3 വെട്ടിപ്പോവുകയാണെങ്കിൽ നമുക്കിത് 1/2 എന്ന് കിട്ടി. sin θ2 1/2 എന്ന് കിട്ടിയാൽ പിന്നെ θ2 30 ആണെന്ന് നമുക്ക് മനസ്സിലായി. 30. ഇനി വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് ചെയ്യുക? നമുക്ക് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക, ഈ ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കുക, ഈ ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കുക. അതെല്ലാം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു യൂണിറ്റിൽ കൂടെ കടന്നു പോകുമ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. എന്നിട്ട് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു യൂണിറ്റിലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് നമുക്ക് കിട്ടും. നോക്കൂ, ഞാൻ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. ലെറ്റ് മീ ഷോ യു വിച്ച് ഡിസ്റ്റൻസ് ഐ ആം ഗോയിങ് ടു ഫൈൻഡ്. ദാ ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് എല്ലാം ഞാൻ കണ്ടുപിടിക്കുകയാണ്. അതിന് ഏതൊക്കെയായിരുന്നു ആംഗിൾ എന്ന് നമുക്ക് ഓർമ്മയുണ്ടോ? ഈ ആംഗിൾ 45 ആണെന്ന് നമുക്കറിയാം, ഈ ആംഗിൾ 30 ആണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കുക? x = ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ x1 ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഫസ്റ്റ് ഇൻ്റർഫേസ് പ്ലസ് x2 പ്ലസ് x3. x1നെ എങ്ങനെ എഴുതാം നമുക്ക്? ആലോചിച്ച് നോക്കി. ഇത് തീറ്റ, ഇത് 60 ആണെന്നുണ്ട്, ഇത് h ആണെന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് h tan 60 എന്ന് എഴുതാം. therefore x = x1ന് h tan 60 എന്ന് എഴുതി. x2ന് d
tan 45 എന്ന് എഴുതുക. d tan what 45. Similarly plus x3നെ d tan 30 എന്ന് എഴുതാം. d tan what 30. ഇനി ഈ ഡി വെച്ചും ഒക്കെ ക്വസ്റ്റ്യനിലുണ്ട്. എച്ച് എത്രയാണ് ഡി എത്രയാണെന്ന് എല്ലാം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഈ ടാൻ 30യുടെയും ടാൻ 45യും ടാൻ 30യുടെയും ഒക്കെ വാല്യൂ 60യുടെയും 30യുടെയും ഒക്കെ വാല്യൂ നമുക്കറിയാം. അങ്ങനെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. ലെറ്റ് us find എക്സ്. എക്സ് ഈസ് ഈക്വൽ ടു എച്ച് എത്രയാ 1/3 ആണ്. ടാൻ 60യുടെ വാല്യൂ എത്രയാ √3 ആണ്. അപ്പം ഡി എത്രയാണ് √3 - 1 / 2 ആണ്. ടാൻ 45ന്റെ വാല്യൂ 1 ആണ്. പ്ലസ് ഡി √3 - 1 / 2 ആണ്. ടാൻ 60യുടെ വാല്യൂ 1/√3 ആണ്. ഇത് LCM 2√3 എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ്. LCM ഞാൻ എത്രയാണ് എടുക്കുന്നതെന്ന് നോക്കൂ. LCM ഞാൻ 2√3 എടുത്തു. ഇവിടെ ഒരു √3 ഉണ്ട്, അപ്പം 2 വരും ഇവിടെ. ഇവിടെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 - √3 എന്ന് വന്നു. അവിടെ 2√3 മൊത്തത്തിൽ പോയി. അങ്ങനെ പ്ലസ് √3 - 1 എന്ന് വന്നു. ഇതെത്ര കിട്ടും? √3യും √3യും പോയി, പ്ലസും മൈനസും ആയതുകൊണ്ട് 5 - 1 4 / 2√3 എന്ന് വന്നു. 2√3. അങ്ങനെ 2 / √3 എന്ന് വന്നു. ദിസ് ഈസ് സെന്റിമീറ്റർ. ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ദ ലൈറ്റ് റേ അണ്ടർഗോസ് ഹൊറിസോണ്ടലി വെൻ ഇറ്റ് പാസ് ത്രൂ 1 യൂണിറ്റ്. ഇനിയും ടോട്ടൽ എത്ര യൂണിറ്റാണ് നമുക്കുള്ളതെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. n യൂണിറ്റിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് n ഇൻറ്റു ഒരു യൂണിറ്റിൽ കൂടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരുന്നു? 2 / √3. അതാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. അത് L എന്ന് തന്നിട്ടുണ്ട്. L എത്രയാണ് തന്നിട്ടുള്ളത്? 8 / √3. 8 / √3. അങ്ങനെ നമുക്ക് n കിട്ടും. √3യും വെട്ടി പോയാൽ 8/2 4 എന്ന് കിട്ടും. അങ്ങനെ ഇങ്ങനെയുള്ള എത്ര യൂണിറ്റുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 4 യൂണിറ്റ് ആണുള്ളത്. ദെയർഫോർ യു ഹാവ് ടു റൈറ്റ് ദ ആൻസർ ആസ് 4. ഇനി 6th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്താണ് 6th ക്വസ്റ്റ്യൻ? വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് 6th ക്വസ്റ്റ്യൻ. നോക്കൂ. A charge Q is surrounded by a closed surface consisting of an inverted cone of height h and base radius r and a hemisphere of radius r as shown in the figure. The electric flux through the conical surface is nq divided by 6 epsilon. ഈ വാല്യൂ നോക്കൂ. nq divided by 6 epsilon naught. The value of n is എന്നാ ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഈ ഫിഗറിന്റെ എക്സാക്ട് സെന്ററിലാണ് ഈ ചാർജ് ഇരിക്കുന്നത്. ദെയർഫോർ ഈ ചാർജിൽ നിന്ന് പുറപ്പെടുന്ന ഫ്ലക്സ് ഉണ്ടല്ലോ, അതിന്റെ പകുതി ഹെമസ്ഫിയറിൽ കൂടെ കടന്നു പോകും, പകുതി ഈ കോണിൽ കൂടെയും കടന്നു പോകും. ഇപ്പൊ കോണിൽ കൂടെയുള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദ ടോട്ടൽ ഫ്ലക്സ് ആണ് അല്ലേ. ദ ഫ്ലക്സ് ത്രൂ ദ കോൺ ഈസ്, ലെറ്റ് മീ റൈറ്റ്, ഫ്ലക്സ് ത്രൂ കോൺ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ടോട്ടൽ ഫ്ലക്സ്. ടോട്ടൽ ഫ്ലക്സിന്റെ പകുതി ഇതിലേക്ക് കടന്നു പോകുന്നത് പകുതി ഹെമസ്ഫിയറിൽ കൂടിയാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ഈ കോണിലെ ഫ്ലക്സ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കോണിലെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദ ടോട്ടൽ ഫ്ലക്സ്. ഓക്കെ, കോണിലെ ഫ്ലക്സ് ഇത് ഇവിടെ തന്നിട്ടുണ്ട്. nq divided by 6 epsilon naught. Let me write that value. What is that? nq divided by 6 epsilon naught is equal to half of total flux. What is the total flux from a charge q? That is q divided by epsilon naught. That's a total flux. q by epsilon naught രണ്ട് സൈഡിലും വെട്ടിക്കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് n is equal to 6/2 എന്ന് കിട്ടും. 6/2 is 3. Therefore, the numerical answer to this question is 3. ഇനി 7th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. On a frictionless horizontal plane, a bob of mass m is equal to 0.1 kg is attached to a spring with a natural length L0 is equal to 0.1 meter. The spring constant K1 is equal to 0.09 Newton per meter when the length of the spring L is equal to L greater than L0. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലെങ്തിനെ കഴിഞ്ഞും കൂടിയാൽ എക്സ്റ്റൻഷന്റെ സമയത്ത് എന്താണ് അതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ്? ഈ പറയുന്നതാണ് അതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് 0.009. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് 0.009 ആണ്. പക്ഷേ ദെൻ നോക്കിക്കേ, when the length of the spring, okay, and K2 0.016 എപ്പോഴാണ്? when L is less than L0 എന്ന് പറഞ്ഞാൽ ഇത് കംപ്രസ് ചെയ്യുമ്പോൾ ഇതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വേറെയാണ്. നോക്കൂ, അനദർ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. സാധാരണ ഒരു സ്പ്രിങ്ങിന് ഒരേ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. എക്സ്റ്റൻഷന്റെ സമയത്തും കംപ്രഷന്റെ സമയത്തും ഒരേ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആയിട്ട് എടുത്താൽ മതി. ദിസ് spring has two spring constant, one during extension, one during compression. എന്ന് പറഞ്ഞാൽ ഇതിനെ വലിച്ചു നീട്ടാൻ എളുപ്പമാണ്, കാരണം സ്പ്രിംഗ് കോൺസ്റ്റന്റ് കുറവാണ്. കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം എന്താ, സ്പ്രിംഗ് കോൺസ്റ്റന്റ് വലുതാണ്. ഓക്കെ, സാധാരണ സ്പ്രിങ്ങിനെല്ലാം ഒരേ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആയിരിക്കും വേർ ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ഓർ കംപ്രസ്ഡ്.
But this is a special situation. It has two spring constant during compression and during extension. When L is less than L0. Oh. Initially, the bob is released from L is equal to 0.15 meter. L is equal to 0.15 meter. എന്ന് പറഞ്ഞാൽ 0.15 എന്ന് പറഞ്ഞാൽ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വിട്ടു. ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? വിട്ടു. അപ്പോൾ ഇത് ഓസിലേറ്റ് ചെയ്യും അല്ലേ? Assume that Hooke's law remains valid throughout the motion. If the time period of full oscillation t is equal to n pi, then the integer closest to n is എന്നാണ് ചോദ്യം. നോക്കൂ, നമുക്കിവിടെ രണ്ട് സിറ്റുവേഷൻ ആണ് പറയുന്നത്. L greater than L0 ആകുമ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K1 ആണ്. അത് എത്രയാണ്? 0.009 ആണെന്ന് പറയുന്നു. ഇനി L ലെസ് ദാൻ L0 എന്ന് പറഞ്ഞാൽ കംപ്രഷൻ്റെ ടൈമിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വേറെയാണ്. L2 ഈസ് ഈക്വൽ ടു 0.016 എന്ന് പറയുന്നു. അങ്ങനെയാണ് പറയുന്നത്. ഇനിയും ഇതിനെ വലിച്ചിട്ട് വിട്ടാൽ ഹാഫ് ഓഫ് ദ ഓസിലേഷൻ എക്സ്റ്റൻഷൻ്റെ സൈഡിലും ഹാഫ് ഓഫ് ദ ഓസിലേഷൻ കംപ്രഷൻ്റെ സൈഡിലും ആയിരിക്കും ഉണ്ടാകുക. മനസ്സിലായോ? എക്സ്റ്റെൻഡ് ആയിട്ട് ഹാഫ് ഓസിലേറ്റ് ചെയ്യും, പിന്നെ കംപ്രസ് ആയിട്ട് ഹാഫ് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ഫുൾ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ഫുൾ ഓസിലേഷൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഫുൾ ഓസിലേഷൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് what? Half of the oscillation with this spring constant. Okay. ഈ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഫുൾ ഓസിലേഷൻ്റെ പകുതി ഹാഫ് ആണല്ലോ അത് എക്സ്റ്റൻഷൻ സമയത്ത് ഓസിലേറ്റ് ചെയ്യുന്നത്. ഹാഫ് ഓഫ് T1 പ്ലസ് ഹാഫ് ഓഫ് T2, where T1 is the full oscillation with this spring constant and T2 is the full oscillation with this spring constant. Okay. ഇനി ഹാഫ് നമുക്ക് പുറത്തിടാം. Then T is equal to what you will get? ഹാഫ് പുറത്തിടുകയാണെങ്കിൽ T1 പ്ലസ് T2. ഇനി T1 ഉം T2 എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. T is equal to ഹാഫ് അതുപോലെ എഴുതി. T1 ഉം T2 2 പൈ റൂട്ട് എം ബൈ കെ എന്നുള്ളത് K1 എന്ന് എഴുതണം, പ്ലസ് 2 പൈ റൂട്ട് എം ബൈ K2 എന്ന് എഴുതണം. ഇനി ഇത് നമ്മൾ അടുത്ത പേജിലേക്ക് ബാക്കി ചെയ്യാൻ നോക്കാം. ഓക്കെ, നോക്കിക്കേ. അപ്പം റൂട്ട് എം കോൺസ്റ്റൻ്റ് ആണ്, 2 പൈയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമുക്ക് കിട്ടാൻ പോകുന്നത് ടോട്ടൽ ടൈം പി ഡി ഈസ് ഈക്വൽ ടു എന്തൊക്കെയായിരുന്നു കോൺസ്റ്റൻറ്റ്? പൈ ഉണ്ട്, റൂട്ട് എം 2 പോയതാണ്. ഓക്കെ, പൈ ഇൻറ്റു എം റൂട്ട് എം, പൈ ഇൻറ്റു റൂട്ട് എം. പിന്നെ ബാക്കി വരുന്നത് എന്താ? 1 ഡിവൈഡഡ് ബൈ റൂട്ട് K1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് K2. ദിസ് ഈസ് വാട്ട് വി ആർ ഗെറ്റിംഗ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എം ഉണ്ട്, K1 ഉണ്ട്, K2 ഉണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു പൈ അതുപോലെ തന്നെ എഴുതിയാൽ മതി. കാരണം ആൻസർ പൈയുടെ ടൈമിലാണ് തന്നിട്ടുള്ളത്. നോക്കൂ, n പൈ എന്നാണ് തന്നിട്ടുള്ളത്. ഇനി റൂട്ട് എം എന്ന് പറഞ്ഞാൽ എം എത്രയാണ്? 0.1 kg ആണ്. അതിനെ ഞാൻ 1/10 എന്ന് എഴുതി. 1 ഡിവൈഡ് ബൈ 10, 0.1ന്. ഇനിയും 1 ബൈ K1 എത്രയായിരുന്നു? ഇതാ K1 ഈസ് ഈക്വൽ ടു 0.009. അതിനെ 9 ഡിവൈഡ് ബൈ 1000 എന്ന് എഴുതാം. അപ്പോൾ 1000 മുകളിലോട്ട് പോകും ഇല്ലേ? 1000 ഡിവൈഡഡ് ബൈ 9 എന്ന് എഴുതി. ഇനി അടുത്തതിനെ 1 ഡിവൈഡ് ബൈ റൂട്ട് K2നെ ഞാൻ എങ്ങനെ എഴുതുന്നത്? ഐ ക്യാൻ റൈറ്റ് ഇറ്റ് 16 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതാം. 1000 മുകളിലോട്ട് പോകുമല്ലോ. 1000 ഡിവൈഡഡ് ബൈ 16. ഇനിയും ശ്രദ്ധിക്കൂ, ഇതിൻ്റെ ഒരു സീറോ നമുക്ക് എല്ലാ ടൈമിൽ നിന്നും വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് നോക്കി. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു പൈ ഉണ്ട്, ഇവിടെ കോമൺ ഔട്ട് ചെയ്യാൻ പറ്റുന്ന റൂട്ട് 10. അപ്പോൾ 10 പൈ എന്ന് വന്നു. 10 പൈ, പിന്നെ ബാക്കി വരുന്ന 1 ഡിവൈഡ് ബൈ 3 പ്ലസ് 1 ഡിവൈഡ് ബൈ 4 എന്ന് വന്നു. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ LCM 12 എടുക്കാം. അങ്ങനെ നമുക്ക് 10 പൈ ആസ് ഇറ്റ് ഈസ് റിട്ടൺ. LCM ഈസ് 12. ഇവിടെ എത്ര വരും? 3 പ്ലസ് 1 7 എന്ന് വന്നു. ഇനി 5, ഇത് മോറോർലെസ് എങ്ങനെ എഴുതാൻ പറ്റും? പൈ അതുപോലെ എഴുതി 5 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതാം. 5 7s ആർ 35 ഡിവൈഡ് ബൈ 6. 35 ഡിവൈഡ് ബൈ 6നെ 36 ഡിവൈഡ് ബൈ 6 എന്ന് കരുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈസ് ഈക്വൽ ടു 6 പൈ എന്ന് എഴുതാം. 6 പൈ. അപ്പോൾ ഈ ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ്? ഇൻറ്റീജർ ഈസ് ക്ലോസസ്റ്റ് ടു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 6 എന്ന് എഴുതണം. ഓക്കെ, ഇനിയും ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. An object and a concave mirror of focal length f is equal to 10 cm both move along the principal axis of the mirror with constant speed. Okay, concave mirror, focal length, ഒബ്ജക്റ്റും കോൺകേവ് മിററും ഇതും മൂവ് ചെയ്യുന്നുണ്ട്, ഈ മിററും മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കോൺസ്റ്റന്റ് സ്പീഡ്. The object moves with speed VO is equal to 15 cm per second
ടുവേഴ്സ് ദ മിറർ ഇതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ഹൗ മച്ച് ഇറ്റ് ഈസ് 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് വാട്ടർ മേ ബി വിത്ത് റെസ്പെക്ട് ടു ദ ലാബറട്ടറി ഫ്രെയിം. ഈ സ്പീഡ് ഉണ്ടല്ലോ വിത്ത് റെസ്പെക്ട് ടു മിറർ അല്ല, വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. ഫോർ സം വൺ ഹു ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട് ദിസ് സ്പീഡ് ഈസ് ഗിവൺ. ഇനി നോക്കിയേ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് മിറർ അറ്റ് എ ഗിവൺ മൊമെന്റ് ഡിനോട്ട്സ് ബൈ യു ഈസ് 30. ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ സമയത്തെ ഡിസ്റ്റൻസ് 30 സെൻറ്റിമീറ്റർ ആണെന്നും തരുന്നു വിത്ത് റെസ്പെക്ട് ടു ദ മിറർ. ഈ ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ദ മിറർ ആണ് ഫ്രം ദ പോൾ ഓഫ് ദ മിറർ. VM is such that the speed of the mirror VM is such that the image is instantly at rest with respect to laboratory frame. ഇതുണ്ടാക്കുന്ന ഈ സിറ്റുവേഷനിൽ ഇതുണ്ടാക്കുന്ന ഇമേജ് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഈ ഇമേജിന്റെ സ്പീഡ് ഉണ്ടല്ലോ VI, അത് എത്രയാണ്? 0 ആണ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, നോട്ട് വിത്ത് റെസ്പെക്ട് ടു മിറർ. വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ദ സ്പീഡ് ഓഫ് ദ ഇമേജ് ഈസ് 0 എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ ഒബ്ജക്റ്റ് ഫോംസ് എ റിയൽ ഇമേജ്. ഒബ്ജക്റ്റ് ഫോം ചെയ്യുന്നത് റിയൽ ഇമേജ് ആണെന്നും പറയുന്നുണ്ട്. The magnitude of VM is equal to magnitude of VM. ഈ മിററിൻ്റെ സ്പീഡ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ ഇങ്ങനെ ഒരു ഫോർമുല അപ്ലൈ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ? let us write velocity of the image is equal to minus m square times velocity of the object എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ VI എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് ദ ഇമേജ്. VO എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ മിറർ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇതെല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. ഇറ്റ്സ് വെരി ഫേമസ് ഇക്വേഷൻ. M എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിഫിക്കേഷൻ. ഓക്കെ. ഈ VI എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് ഇമേജ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? പക്ഷേ വെലോസിറ്റി ഓഫ് ഇമേജ് വിത്ത് റെസ്പെക്ട് ടു വാട്ട്? വിത്ത് റെസ്പെക്ട് ടു മിറർ ആണത്. എന്തുകൊണ്ടാണ്? ഈ വിത്ത് റെസ്പെക്ട് ടു ദ പോൾ ഓഫ് ദ മിറർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡിസ്റ്റൻസ് എല്ലാം മെഷർ ചെയ്യുന്നത് അല്ലേ? സൈൻ കൺവെൻഷൻ പ്രകാരം ഓൾ ഡിസ്റ്റൻസ് ആർ മെഷർഡ് ഫ്രം ദ പോൾ ഓഫ് ദ മിറർ. അപ്പം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് വിത്ത് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു പോളേ കിട്ടുകയുള്ളൂ. സാധാരണ നമ്മളിങ്ങനെ എഴുതിയാലും നിങ്ങൾ മനസ്സിലാക്കുക, ദിസ് ഈസ് വിത്ത് റെസ്പെക്ട് ടു മിറർ, ദിസ് വെലോസിറ്റി ഓൾസോ വിത്ത് റെസ്പെക്ട് ടു മിറർ. ഇനി സിമ്പിളാണ്. വെലോസിറ്റി ഓഫ് ഇമേജ് വിത്ത് റെസ്പെക്ട് ടു മിറർ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ദ മിറർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. നോക്കൂ, ഇത് വെലോസിറ്റി ഓഫ് ഇമേജ് വിത്ത് റെസ്പെക്ട് ടു മിറർ ആണ്. വെലോസിറ്റി ഓഫ് ഇമേജ് വിത്ത് റെസ്പെക്ട് ടു മിറർ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഓഫ് G എന്ന് ഞാൻ എഴുതിയില്ല. അതിൻ്റെ അർത്ഥം വെലോസിറ്റി ഓഫ് ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്നാണ്. വെലോസിറ്റി ഓഫ് ദ മിറർ എന്ന് വെറുതെ എഴുതിയാൽ അതിൻ്റെ അർത്ഥം വെലോസിറ്റി ഓഫ് ദ മിറർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സെയിം കളർ ഐ ഷുഡ് യൂസ്. നോക്കൂ, that is equal to minus m square. Then velocity of the object with respect to mirror എന്ന് പറയുന്നത് velocity of the object with respect to ground minus velocity of the mirror with respect to ground ആണ്. ഇനിയും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വെലോസിറ്റി ഓഫ് ദ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. വെലോസിറ്റി ഓഫ് ദ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് 0 എന്ന് തന്നിട്ടുണ്ട്. therefore let us put here 0. വെലോസിറ്റി ഓഫ് ദ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ലാബറട്ടറി ഫ്രെയിമിൽ 0 ആണെന്ന് പറയുന്നുണ്ട്. ലാബറട്ടറി ഫ്രെയിം എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്, 0 എന്ന് പറയുന്നുണ്ട്. മൈനസ് വെലോസിറ്റി ഓഫ് ദ മിറർ ഈസ് ഈക്വൽ ടു മൈനസ് m സ്ക്വയർ വെലോസിറ്റി ഓഫ് ഒബ്ജക്ട് മൈനസ് വെലോസിറ്റി ഓഫ് ദ മിറർ. ഇനി ഈ രണ്ട് മൈനസും ഇപ്പം നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. ഈ മൈനസും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി ഓഫ് ദ മിറർ ഈസ് ഈക്വൽ ടു m സ്ക്വയർ മാഗ്നിഫിക്കേഷൻ്റെ സ്ക്വയർ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് മൈനസ് വെലോസിറ്റി ഓഫ് ദ മിറർ. ഇനി ഇതിൽ ഏതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഏതാണ് നമുക്ക് അറിയാവുന്നത്? വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, വെലോസിറ്റി ഓഫ് ദ മിറർ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് മാഗ്നിഫിക്കേഷൻ ആദ്യമേ കണ്ടുപിടിക്കണം. ഓക്കെ, അതുകൊണ്ട് ഞാൻ ആദ്യമേ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുകയാണ്. മാഗ്നിഫിക്കേഷനോടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ദ മിറർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആ ഗിവൺ ഇക്വേഷൻ ഒന്നുകൂടെ ഞാൻ എഴുതാം. പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ ചെയ്ത ഇക്വേഷൻ എന്തായിരുന്നു? വെലോസിറ്റി ഓഫ് ദ മിറർ ഈസ് ഈക്വൽ ടു മൈനസ് m സ്ക്വയർ ടൈംസ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് മൈനസ് വെലോസിറ്റി ഓഫ് ദ മിറർ എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമ്മൾ പ്ലസ് രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്തായിരുന്നു, അതുകൊണ്ട് ദാറ്റ് ഈസ് പ്ലസ്. മൈനസ് ക്യാൻസൽ ചെയ്തായിരുന്നു, therefore it is plus. I don't have to write it like that. This is removed. ഇനി മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ആലോചിച്ച് നോക്കി. സാധാരണ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോഴേ -v/u എന്നാണ് നമുക്ക് വരുന്നത്. ഇതിൽ u നമുക്ക് തന്നിട്ടുണ്ട്, v ഇല്ല. v കണ്ടുപിടിച്ചിട്ട് വേണം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. പക്ഷേ നമുക്ക് ഫോക്കൽ ലെങ്ത് തന്നിട്ടുള്ളത് കൊണ്ട് മാഗ്നിഫിക്കേഷൻ്റെ വേറൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, f/f - u എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. f/f
മൈനസ് യു. ഇത് യൂസ് ചെയ്യാൻ കാരണം എഫും യു എൻ്റെ ഉണ്ട് അല്ലേ. ഇനി സൈൻ കൺവെൻഷൻ പ്രകാരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. കോൺകേവ് മിററാണ്, അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. -10 ഡിവൈഡഡ് ബൈ -10 മൈനസ് ഓഫ് മൈനസ്. ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ്, അതുകൊണ്ട് മൈനസ് ഓഫ് മൈനസ്. ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ്? 30 എന്നാണ് വന്നിട്ടുള്ളത്. ദെർഫോർ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു -1/2 എന്ന് വന്നു. മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു -1/2. ഇനി ഞാൻ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. ലുക്ക് ഹിയർ. വെലോസിറ്റി ഓഫ് ദ മിറർ എനിക്കറിയില്ല, വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് അറിയില്ല. m² എന്ന് പറഞ്ഞാൽ -1/2 ഹോൾ സ്ക്വയർ. ഓക്കെ. വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്, ഇതാ 15 തന്നിട്ടുണ്ട്. 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് വെലോസിറ്റി ഓഫ് ദ മിറർ അറിയില്ല, അത് അതുപോലെ തന്നെ എഴുതി. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്യുക അല്ലേ. വെലോസിറ്റി ഓഫ് ദ മിറർ അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ വെലോസിറ്റി ഓഫ് ദ മിറർ ഡിവൈഡഡ് ബൈ 4 എന്നായി, ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 4. LCM ഈ സൈഡിൽ എടുക്കുകയാണ്. 4 4 രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 5 വെലോസിറ്റി ഓഫ് ദ മിറർ ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടി. ഇതിൽ നിന്ന് വെലോസിറ്റി ഓഫ് ദ മിറർ ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അതുകൊണ്ട് ഇതിൻ്റെ ന്യൂമറിക്കൽ ആൻസർ എന്ത് എഴുതണം? നിങ്ങൾ 3 എന്ന് എഴുതണം. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സെക്ഷൻ 1. We will shortly do section 2. Okay. Thank you for watching.